ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമുക്ക് അലോവേര ജെല്ല് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെയുള്ള അലോവേര ജെല്ല് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ല് ഉണ്ടാക്കാൻ നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയാണ്, രണ്ടാമത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, സാധാരണ നമ്മളൊരു അലോവേര യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ അത് നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വയ്ക്കും. അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. സ്കിന്നിനൊരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് കിട്ടാനൊക്കെയാണ് സഹായിക്കുന്നത്. എന്നാൽ ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാൻ കൂടെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലുള്ള അലോവേര ജെല്ല് നമുക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരിക്കലും ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോവേര ജെല്ല് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് അലോവേരയുടെ ജെല്ല് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർവാഴ എടുക്കുക. കറ്റാർവാഴ മുറിച്ചെടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് വെള്ളത്തിലൊന്ന് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കുത്തനെ വെക്കുകയോ ചെയ്യുക. അപ്പോൾ അതിലുള്ള ആ ഒരു മഞ്ഞക്കറ മുഴുവനായിട്ടും തന്നെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കറ്റാർവാഴ വെള്ളത്തിൽ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുള്ള തൊലിയൊക്കെ കളഞ്ഞു ഒന്നും കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെല്ല് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അലോവേരയുടെ ജെല്ല് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പണ്ട് കാലം മുതൽ സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കറ്റാർവാഴ. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു അലോവേര ജെല്ല് ഒരു 3 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും എത്ര പ്രായമായിട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ള ഒരു അലോവേര ജെല്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും അളവിലാണ് അലോവേരയുടെ ജെല്ല് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുക. ഇതിൻ്റെ സ്റ്റാർച്ചാണ് വേണ്ടത്. അപ്പോൾ സ്റ്റാർച്ച് എടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അരച്ചെടുക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അലോവേരയുടെ ജെല്ല് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതേ ജാറിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട. ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ അളവിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ ഇത് അനക്കാതെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ അടിയിലായിട്ട് ഊറിക്കിടന്നിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അരമണിക്കൂർ നേരത്തേക്കാണ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർച്ച് എടുക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ പതുക്കെ മാത്രം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ആ ഒരു വൈറ്റ് കളറിലായിട്ട് കാണുന്നതാണ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനും സ്റ്റാർച്ച് മാത്രമായിട്ട് കിട്ടാനും ഒക്കെ ആയിട്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്കും കൂടെ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്.
ഈ കാണുന്നതാണ് ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച്. അപ്പോൾ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ 1 ടീസ്പൂൺ അളവിലൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റാർച്ച് കിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ബെനിഫിറ്റുള്ള ഒരു സാധനമാണ് ഈ സ്റ്റാർച്ച്. നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനും നിങ്ങൾക്ക് കറുത്ത പാടുകളോ അല്ലെങ്കിൽ കരിമങ്ങലയോ ഒക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജൻ്റായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റാർച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അലോവേരയുടെ ജെൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുശേഷം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അലോവേരയുടെ ആ ഒരു ജെല്ലും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ചൂടാവുന്ന സമയത്ത് ഇതൊന്ന് കുറുകി വന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലിൻ്റെയൊക്കെ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറും. ആ ഒരു സമയത്ത് നമുക്കിത് മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ തീയിൽ ഇത് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സെറ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വെച്ചിട്ട് കുറുക്കിയെടുക്കുക. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനും ഡ്രൈനെസ് ഒക്കെ മാറി കിട്ടാനും ഒക്കെ ആൽമണ്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അലോവേര ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് 100% ശുദ്ധമായിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലത്തെ അലോവേര ജെല്ല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രം സ്റ്റോർ ചെയ്യുക. പുറത്ത് വയ്ക്കുമ്പോൾ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സ്കിന്ന് മോയ്സ്ചർ ചെയ്യാൻ മാത്രമല്ല നിറം വയ്ക്കാനും കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നിങ്ങളൊരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി സമയത്താണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പകൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ രാത്രി മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ജെല്ല് എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് അബ്സോർബ് ആവുന്നവരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് മുഖത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലാണ്. അപ്പം അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. രാത്രി മുഴുവനായിട്ട് വയ്ക്കണ്ട കേട്ടോ. ഇതിൽ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചിലർക്ക് ഒരു ഡ്രൈനെസ് പോലെയോ അത് ഉണങ്ങി വരുന്ന സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പിനും ഉണ്ടാവില്ല. അപ്പം 1 മണിക്കൂർ നേരത്തേക്ക് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് ഈ ഒരു ജെല്ല് യൂസ് ചെയ്യേണ്ടത്. അലോവേരയും പൊട്ടറ്റയും ഒക്കെ നമ്മൾ വെയിലത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യരുത് എന്നാണ് പറയാറുള്ളത്. നമ്മൾ അങ്ങനെ യൂസ് ചെയ്തിട്ട് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ സ്കിൻ ഒന്നും കൂടെ ഡാർക്കാവും. അപ്പോൾ രാത്രി സമയത്ത് മാത്രം നിങ്ങളിങ്ങനെ യൂസ് ചെയ്താൽ മതി. കുറച്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്